ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പലഹാരമാണ്. എളുപ്പത്തിൽ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ഉണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉണ്ടംപൊരിയുടെ റെസിപ്പിയാണ്. ബോണ്ട എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. നല്ല ഈസിയാണ്. സാധാരണ നമ്മൾ മൈദപ്പൊടി യൂസ് ചെയ്തിട്ടും അതുപോലെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടും ഉണ്ടംപൊരി റെഡിയാക്കി എടുക്കാറുണ്ട്. ഇത് അതുപോലെയൊന്നുമല്ല, എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു പലഹാരം റെഡിയാക്കാൻ വേണ്ടി 1 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് കുറച്ചധികം വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തി വെക്കുക. 1 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് കുതിർത്തി വെക്കുക. അപ്പോഴേക്കും ഇത് നന്നായി കുതിർന്ന് കിട്ടും. ഈ ഒരു പലഹാരത്തിലേക്ക് ശർക്കരയാണ് മധുരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു മീഡിയം സൈസ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ശർക്കര ഒന്ന് 2ആയിട്ട് മുറിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. അതുപോലെ ഈ ഒരു ശർക്കര ഉരുകി കഴിയുമ്പോഴത്തേക്കും ഏകദേശം 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു അളവിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഏകദേശം ഒരു 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് നമുക്ക് ഈ ഒരു പലഹാരത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് പഴമാണ്. ഇത് റോബസ്റ്റ പഴമാണ്. നന്നായി പഴുത്ത റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ പാളയംതോടൻ പഴം ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി പിഴിഞ്ഞെടുത്തതാണ്. ജലാംശം ഇല്ലാതെ നല്ലോണം പിഴിഞ്ഞെടുത്ത നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബാറ്റർ റെഡിയാക്കുന്നത് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മധുരം കുറച്ചെടുക്കാനാണ് അങ്ങനെ ചേർത്തത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് അരക്കാവുന്നതാണ്. ഇത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടുക. ഇതിനേലും കുറച്ചുകൂടി ബാറ്റർ, തിക്കായ ബാറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നിങ്ങൾ മുഴുവനായിട്ട് ശർക്കരപ്പാനി ഉപയോഗിച്ചവരാണെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ആവശ്യമുണ്ടാവും. ഇത് ഞാനിപ്പോൾ 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തത്. ഒരുപാട് തിക്കല്ലാത്തതും എന്നാൽ ഒരുപാട് അങ്ങ് ലൂസായതുമായ ബാറ്ററല്ല വേണ്ടത്. രണ്ടിനിടയിൽ നിൽക്കുന്ന നല്ല കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. സാധാരണ നമ്മൾ ഉണ്ടംപൊരിയൊക്കെ തയ്യാറാക്കാൻ ഉണ്ടാക്കുന്നത് പോലുള്ള ഒരു ബാറ്റർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ ഒരു സ്പൂൺ വെച്ച് ആക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് ഇതിന് കറക്റ്റായിട്ട് ഉണ്ടാവുക കേട്ടോ. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 2 പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സോഡാപ്പൊടി ചേർക്കാൻ പാടില്ല. വളരെ കുറച്ച് സോഡാപ്പൊടി മാത്രമാണ് ചേർക്കേണ്ടത്. സോഡാപ്പൊടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. സോഡാപ്പൊടി ചേർത്തതിന് ശേഷം ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ പാടില്ല. ഏറ്റവും കൂടിയത് ഒരു 15 മിനിറ്റ് നേരം മാത്രം സോഡാപ്പൊടി ചേർത്തതിന് ശേഷം ഇത് വെക്കുക. ഒരുപാട് നേരം ബാറ്റർ വെച്ചാൽ ആ ഒരു ടേസ്റ്റേ തന്നെ മാറിപ്പോവും. ഇതല്ലാന്നുണ്ടെങ്കിൽ നന്നായി പൊന്തി വരും. നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതെല്ലാം നമുക്കൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് കോരി ഒഴിച്ചിട്ടായാലും ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം നമ്മളൊരു ഉണ്ട പോലെ ആക്കി എടുത്തിട്ടും ചെയ്തെടുക്കാം. ഏതാണോ നിങ്ങൾക്ക് സൗകര്യം ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് പൊരിച്ചെടുക്കാം. ഈസിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇത് പൊരിച്ചെടുക്കാം. അതല്ല ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ടേസ്റ്റൊക്കെ എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. ഞാനിവിടെ വളരെ പ്ലെയിൻ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറുത്ത എള്ളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇത് പൊരിച്ചെടുക്കുന്നത് നല്ല ചൂടുള്ള എണ്ണയിലിട്ടായിട്ടായിരിക്കണം. ആദ്യത്തെ 1 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ ഉൾഭാഗം വേവാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. പുറം ഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. സെക്കൻഡായിട്ട് ഞാൻ
ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിച്ചിട്ടാണ് സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇത് നല്ലപോലെ കയ്യിൽ വെള്ളം നനച്ചതിന് ശേഷം ഒരു ബോൾസ് ആക്കി എടുത്തിട്ടും നമുക്കിത് ചെയ്യാം കേട്ടോ. നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഇടുന്നതിനും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഉണ്ടംപൊരിയുടെ അതേ ഷേപ്പിൽ തന്നെ ഈ ഒരു സ്നാക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിലും ഇതിങ്ങനെ പൊന്തി വരും, നമ്മൾ സോഡാപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ. അതുപോലെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ നല്ല ടേസ്റ്റിൽ കറക്റ്റ് ഉണ്ടംപൊരിയുടെ ടേസ്റ്റിൽ തന്നെ കിട്ടുന്ന ഒരു സ്നാക്കാണ് ഇത്. നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആരും പറയില്ല, അത്രക്കും ഇതിന് ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഉണ്ടംപൊരിയുടെ ഒക്കെ തന്നെ ടേസ്റ്റ് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. അതുപോലെ ഈ ഒരു റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷൻ മെത്തേഡും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.